ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു ഈദ് ഷോപ്പിംഗ് വ്ലോഗ്. നമ്മൾ പോകാൻ വിചാരിക്കുന്നത് രാവിലെയാണ്, അതുകൊണ്ട് തന്നെ അധികം ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ പാത്തുവിനൊരു ഹായ് കാണിക്കാൻ പറഞ്ഞതാണ്, ഓള് കാണിക്കണില്ല. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം പാത്തു ആരാണെന്ന്. വേറെ ആരുമില്ല, എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടി. നമ്മളെല്ലാവരും പാടിക്കാണ് പോണത്. എൻ്റെ സിസ്റ്ററും ഉമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഡ്രസ്സ് എടുക്കുന്നത് എനിക്കല്ല, എൻ്റെ ബ്രദറിൻ്റെ ഫിയാൻസിക്ക് എടുക്കാൻ വന്നതാണ്. അപ്പം എൻ്റെ ഇതിൻ്റെ ഷോപ്പിംഗ് വ്ലോഗൊക്കെ ആയിട്ട് ഞാൻ വരുന്നത്. നമ്മൾ വന്നിട്ടുള്ള കടയിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ നോക്കുന്നുണ്ട്, ട്രൈ ഇതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെസ്റ്റേണിൽ അങ്ങനെ പോയിട്ടില്ല. വെസ്റ്റേണിൽ ഒരുപാട് കളക്ഷൻ അവർക്കുണ്ട്. നമ്മൾ കുർത്തി ടൈപ്പിൽ എടുക്കാൻ വേണ്ടിയാണ് വിചാരിക്കുന്നത്. എനിക്ക് ഈ ചുരിദാറിനോടൊന്നും വലിയ ധാരണയില്ല. ഞാൻ പൊതുവെ ഇങ്ങനത്തെ ചുരിദാർ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയയും കാര്യങ്ങളും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നോമ്പ് 8 ആ ഒരു ടൈമിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഓറഞ്ച് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇഷ്ടം മാത്രം നോക്കി നടന്നുകൊണ്ട് കാര്യമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഓരോന്നൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. ട്രയൽ ചെയ്യുന്ന വേറെ ആരുമില്ല, ഞാൻ തന്നെ. ഞാൻ പിന്നെ വെസ്റ്റേണിന്റെ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻ വെസ്റ്റേണിലും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ചുരിദാറിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇങ്ങനെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതാ ഈ ഒരു പച്ചയില്ല മഞ്ഞയില്ലാത്ത ഒരു കളർ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. അങ്ങനെ പിന്നെ സൽവാർ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ട്. പിന്നെ ഇനി വേണ്ട നമ്മൾ ഡെയിലി വെയർക്ക് വേണ്ടിയിട്ടുള്ള എടുക്കാൻ വേണ്ടി നിൽക്കാം. നമ്മളിങ്ങനെ 3 പീസ് സെറ്റിലാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഒരുപാട് ഇടിക്കുന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടതല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയമൊക്കെ ആയപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങുന്നുണ്ട്. നമ്മുടെ മറ്റേ ഡ്രസ്സിന്റെ സൈഡിലേക്ക് ഒന്നും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ഈ 3 പീസ് സെറ്റിലൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ വന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ആൾക്കാർ കൂടി വരുന്നുണ്ട്. നമുക്ക് പിന്നെ ഒരുപാട് ആൾക്കാർ കാണുമ്പോൾ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ ഇങ്ങനെ വലിയ ഇതുണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ നോക്കിയിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ എടുക്കാം. അങ്ങനെ ഇവിടുത്തെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി ബില്ലിടുന്ന തിരക്കിലാണ്. നമ്മൾ എടുത്തിട്ടുള്ള ഡ്രസ്സ് ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണേ, കമന്റ് ചെയ്യണേ ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഫാൻസിയും ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പം നമ്മളിതാ പോയിക്കൊണ്ട് നിൽക്കാണ്. നമ്മൾ ഇവിടുന്ന് എടുക്കുന്നില്ലേ, നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെരുപ്പിന്റെ കടയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ചെരുപ്പിന്റെ ഒരു ലോകം തന്നെ പറയാം. അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ ചെരുപ്പിലൊക്കെ. ഞാൻ ഇവിടുന്ന് ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ എന്താ പറയുക, എൻ്റെ ഡ്രസ്സ് എടുത്തതിന് ശേഷം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ചെരുപ്പ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെയുള്ള ബാക്കി ഐറ്റംസ് ഒക്കെ എടുക്കണം. അങ്ങനെ ഇതാ നമ്മൾ വളയും കാര്യങ്ങളും റിങ്ങും അതേപോലത്തെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെന്താണ്, എനിക്ക് ഇങ്ങനത്തെ കടയിലൊക്കെ കയറി കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കണം, അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്. ഞാൻ പിന്നെ എടുത്തൊന്നും ഇതിലേക്ക് കാണിക്കും. അങ്ങനെ നമ്മുടെ എല്ലാ ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ തന്നെ നമ്മളൊരു വൈക്കായിട്ടുണ്ട്. ഇതാ പൊരിക്കടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പോരുന്ന വൈക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയതാ. പിന്നെ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാലും മയോണൈസ് ഇങ്ങനെ റെഡി ആയി വരാറില്ല. എന്നെന്തോ ഭാഗ്യത്തിന് മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പോക്കറ്റ് ഷവർമ്മയാണ് ഉണ്ടാക്കുന്നത്. ഇത് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്ത് ഷവർമ്മയെന്ന് എനിക്ക് തന്നെ കൊടുത്തില്ല. അപ്പോഴത്തേന് എൻ്റെ ഫോണിലത്തെ ചാർജൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഈദ് ഷോപ്പിംഗ് വ്ലോഗ് ഇത്രയുള്ള. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.